ഹലോ, ടെക്നോ ടിപ്സ് റിവ്യൂവിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലച്ച് പ്ലേറ്റുകളെക്കുറിച്ചും ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക് എന്നിവ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. ഇതാണ് ഫ്രിക്ഷൻ പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. 4 എണ്ണമാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക. ക്ലച്ച് പ്ലേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നല്ല രീതിയിൽ എൻജിൻ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. 4 ക്ലച്ച് ഡിസ്കിലും ഇതുപോലെ നന്നായി ഓയിൽ അപ്ലൈ ചെയ്യണം. ഇതാണ് മെറ്റൽ പ്ലേറ്റ്. 180 രൂപയാണ് ഹോണ്ടയുടെ ഒറിജിനൽ പാക്കിൽ വില വരുന്നത്. ഇവിടെയും 4 ക്ലച്ച് പ്ലേറ്റുകളാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങളുടെ വണ്ടി ഹോണ്ട ഷൈൻ ആണെങ്കിൽ 3 ക്ലച്ച് പ്ലേറ്റുകൾ മാത്രം മതിയാകും. എല്ലാ ക്ലച്ച് പ്ലേറ്റുകളും നമുക്ക് നന്നായി ലൂബ്രിക്കേറ്റ് ചെയ്യാം. ഇതാണ് ക്ലച്ച് ഹബ്ബ് എന്നറിയപ്പെടുന്നത്. ആദ്യമായി ഇടാനുള്ളത് ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ്. ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഏതാനും നമ്പറുകൾ എഴുതിയിട്ടുണ്ടാവും. നമ്പർ വരുന്ന ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ വേണം ക്ലച്ച് ഹബ്ബിൽ ഡിസ്ക് ഇടേണ്ടത്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്പർ എഴുതിയ പ്ലേറ്റ് ഈ ഭാഗത്ത് വരണമെന്നർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്പർ എഴുതിയ ഭാഗം ക്ലച്ച് ഹബിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണണം എന്നർത്ഥം. ഇനി നമുക്കിടാനുള്ളത് മെറ്റൽ പ്ലേറ്റ് ആണ്. ഇവിടെയും സൂക്ഷിച്ച് നോക്കിയാൽ 2 ഭാഗവും ഒരുപോലെ അല്ല. ഒരു ഭാഗം നല്ല ഷാർപ്പാണ്. ഇവിടം കൈ ഉരച്ചു കഴിഞ്ഞാൽ കൈ നന്നായി മുറിയും. എന്നാൽ ഈ ഭാഗത്ത് ഒരു കർവ്ഡ് ഷേപ്പാണ് എഡ്ജിലുള്ളത്. ഇവിടെ ഉരച്ചു കഴിഞ്ഞാൽ കൈ മുറിയില്ല. കർവ്ഡായിട്ടുള്ള ഈ ഭാഗം നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ഫ്രിക്ഷൻ പ്ലേറ്റിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ക്ലച്ച് ഹബിലേക്ക് ആദ്യത്തെ മെറ്റൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. കർവ്ഡായിട്ടുള്ള എഡ്ജ് ഭാഗം ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പുറത്തെ ഭാഗം സൂചിപ്പിച്ചതുപോലെ എഴുത്തു വരുന്ന ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ അടുത്ത ഫ്രിക്ഷൻ പ്ലേറ്റ് നമുക്ക് ഇടാം. ഇനി ഇടാനുള്ളത് ക്ലച്ച് പ്ലേറ്റ് ആണ്. ഇവിടെയും കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈമുറിയാൻ സാധ്യതയുള്ള ഫ്ലാറ്റായിട്ടുള്ള ഈ ഭാഗം ഇങ്ങനെ ഇടുമ്പോൾ മുകളിൽ വരണമെന്നർത്ഥം. അടുത്തതായി വീണ്ടും നമുക്ക് ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഇടുമ്പോൾ താഴെ വരുന്ന രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. വീണ്ടും ഇനി ഇടാനുള്ളത് മെറ്റൽ പ്ലേറ്റ് തന്നെ. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള കൈമുറിയാൻ സാധ്യതയുള്ള ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനിയുള്ളത് ലാസ്റ്റത്തെ ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ്. എഴുത്തു വരുന്ന ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇതും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹോണ്ട ഷൈൻ ആണെങ്കിൽ ഇനി മെറ്റൽ പ്ലേറ്റ് ഇടേണ്ടതില്ല. ഒരെണ്ണം ഇവിടെ ബാക്കിയുണ്ടാകും. ഹോണ്ട ഷൈന് 4 ഫ്രിക്ഷൻ പ്ലേറ്റും 3 ക്ലച്ച് പ്ലേറ്റുമാണ് വരുന്നത്. ഇനി നമുക്ക് ക്ലച്ച് സെൻറ്റർ ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം. ക്ലച്ച് സെൻറ്ററിൽ 4 ലെഗുകളുണ്ട്. ഈ 4 ലെഗുകൾ ഈ കാണുന്ന 4 ഹോളിൽ വരുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്ത് ഇടേണ്ടത്. ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഊരി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല. കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്